നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, അനുഗ്രഹീതമായിട്ടുള്ള കൺവെൻഷൻ്റെ 3-ാം ദിനത്തിൻ്റെ കർത്താവെ, ഈ സമയത്ത് ഞങ്ങൾ തിരുസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അടുത്തു വരുന്നു. ഈ അനുഗ്രഹീതമായ ആലയത്തെ കർത്താവെ, ഈ കൺവെൻഷന് വേണ്ടി ഒരുക്കിയ ദൈവകൃപയ്ക്കായി സ്തോത്രം. നേതൃത്വം തന്ന ബഹുമാനപ്പെട്ട വന്യ വൈദികർക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ച അനുഗ്രഹീതമായ ദൈവവചനങ്ങൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, അനുഗ്രഹീതമായ മിഷണറി സാക്ഷ്യങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കടന്നു വന്ന നിൻ്റെ ജനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. നേതൃത്വം കൊടുത്ത മക്കൾക്കായി അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കാരായി ഞങ്ങളാൽ ആവോളം പ്രയത്നിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണം. ജീവൻ നൽകുന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന, ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുന്ന അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിന് മുമ്പാകെ ഞങ്ങൾ അല്പസമയം ഇരിക്കുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണം. അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തിലെ ചിന്തയും അങ്ങേക്ക് പ്രസാദകരമായിരിക്കാൻ മശിയ മൂലം സഹായിക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷജനകമായിട്ടുള്ള 2 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. 3-ാം ദിവസത്തിലേക്ക് നാം എത്തി. വളരെയധികം ഉൾക്കാഴ്ചകൾ പകരുന്നതായിട്ടുള്ള സാക്ഷ്യങ്ങൾ കേൾപ്പാനായിട്ട് നമുക്കിടയായി. ഈ കൺവെൻഷന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വന്യ വൈദിക ശ്രേഷ്ഠരെ ഓർത്ത്, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ജേക്കബ് ഡാനിയൽ അച്ഛൻ, സാജു ബെഞ്ചമിൻ അച്ഛൻ, ബിബിൻ മാത്യു അച്ഛൻ, ഈ പ്രിയപ്പെട്ടവരാണ് പ്രത്യേകമായിട്ട് ഈ കൺവെൻഷൻ ഇത്രത്തോളം നേതൃത്വം തന്നത്. ഈ അനുഗ്രഹീതമായിട്ടുള്ള ആലയത്തിൽ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്താൻ ഇടയായതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് സന്നിഹിതരായിരിക്കുന്ന ശ്രേഷ്ഠ വൈദിക ശ്രേഷ്ഠർക്കായി നന്ദി. മിഷണറി അച്ഛന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം FMBBയുടെ പ്രവർത്തനങ്ങളെ വളരെയധികം ത്യാഗത്തോടെ സ്നേഹിക്കുകയും അതിനെ കൈത്താങ്ങൽ കൊടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഹോണറി പ്രൊമോഷണൽ സെക്രട്ടറീസ്, അതിൻ്റെ സപ്പോർട്ടേഴ്സ്, അഭ്യുതകാംക്ഷികൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളുടെ സാന്നിധ്യത്തിനായി ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഇന്ന് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ സന്തോഷമുണ്ട്. കാരണം പ്രിയപ്പെട്ടവരെ, മിഷണറിമാരാൽ സ്ഥാപിതമായിരിക്കുന്ന ഒരു അനുഗ്രഹീതമായിട്ടുള്ള ദേവാലയത്തിൽ ദൈവവചനം പങ്കുവയ്ക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ധന്യമായ ഒരു മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അനുഗ്രഹീതമായ സന്ദേശം പ്രിയപ്പെട്ട ജേക്കബ് തോമസ് അച്ഛനിലൂടെ കേട്ടു. ഒരു മിഷൻ ചലഞ്ചസ് ആയിട്ടുള്ള മെസ്സേജുകളാണ് നാം കഴിഞ്ഞ 2 ദിവസം കേൾക്കുവാൻ ഇടയായത്. ഇതൊരു മിഷനറി കൺവെൻഷനാണ്, മിഷൻ കൺവെൻഷനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കൺവെൻഷനുകളുടെ ഒരു കാലഘട്ടമാണ്. കൺവെൻഷൻ തന്നെ ഒരു ആചാരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഈ മിഷൻ കൺവെൻഷൻ എന്ന് പറയുന്നത് ചില അനുഗ്രഹങ്ങൾ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളതിനേക്കാൾ ഉപരിയായി നാം ഒരു അനുഗ്രഹ വിഷയമായി മാറണം. നമ്മെ ഒരു അനുഗ്രഹ വിഷയമായിട്ട് മാറ്റുവാനാണ് ഈ കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കും, പക്ഷെ നീ അനേക ജാതികൾക്ക് ഒരു അനുഗ്രഹ വിഷയമാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ലോകത്തിനൊരു അനുഗ്രഹമായി തീരുവാൻ ഈ കൺവെൻഷൻ മുഖാന്തരമാകുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളോട് മിഷനറി അനുഭവ സാക്ഷ്യം പറഞ്ഞതായിട്ടുള്ള പ്രിയപ്പെട്ട ബെൻ, അദ്ദേഹത്തെക്കുറിച്ച് ഗോൾഡൻ അച്ഛൻ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസം, കാരണം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം അതോട്ട് പറയാറുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അദ്ദേഹം PhD ഒക്കെ എടുത്തതാണ്. എവിടെ അദ്ദേഹം പഠിപ്പിച്ചതായിട്ടുള്ള സ്ഥലങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ കാര്യമായി ചോദിക്കാറുമില്ല, ചിന്തിക്കാറുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, PG കഴിഞ്ഞ ഡോക്ടറാണെന്നറിയാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ത്യാഗപൂർവം ചെയ്യുന്നതായിട്ടുള്ളവരുടെ ശുശ്രൂഷയെ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇങ്ങനെ അനവധി മിഷണറിമാർ ഫ്രണ്ട്സ് മിഷണറിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കൊട്ടേഷൻ ഇന്നും അദ്ദേഹം അത് സൂചിപ്പിച്ചു. ആ ഒരു കൊട്ടേഷനിലൂടെ ഇന്നത്തെ തിരുവചന ശുശ്രൂഷ ആരംഭിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: വി ആർ ഡെറ്റേഴ്സ് ടു എവരി മാൻ ടു ഗിവ് ഹിം ദ ഗോസ്പൽ ഇൻ ദ സെയിം മെഷർ ഇൻ വിച്ച് വി ഹാവ് റിസീവ്ഡ് ഇറ്റ്. നമുക്ക് സുവിശേഷം ലഭിച്ച അതേ അളവിൽ തന്നെ ഓരോരുത്തർക്കും അത് നൽകാൻ നാം കടംപെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നാം കടക്കാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏതളവിലാണോ സുവിശേഷം ലഭിച്ചിരിക്കുന്നത്, സുവിശേഷം മൂലം നമുക്ക് എന്തെല്ലാം നന്മകളുണ്ടായോ, അതേ അളവിൽ സുവിശേഷം കേൾക്കാത്തവർക്ക് ഇത് കൊടുക്കുവാനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട്. അതുകൊണ്ട് മിഷനറി പ്രവർത്തനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അതൊരു ഓപ്ഷണലായ കാര്യമല്ല, വേണമെങ്കിൽ ചെയ്യാം എന്നല്ല, അതൊരു ഒബ്ലിഗേഷനാണ് പ്രിയപ്പെട്ടവരെ, അതൊരു കടമയാണ്, അത് നമ്മുടെ കടപ്പാടാണ് എന്നുള്ള വലിയൊരു ബോധ്യതയോടെ മുമ്പോട്ട് ജീവിപ്പാനായിട്ട് എനിക്ക് നിങ്ങൾക്കും ഇടയായിത്തീരണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലേ,
അദ്ദേഹം പറയുന്നു, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇനി മേലാൽ പറയുവാൻ കഴിയണം, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകണം. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞാനും നിങ്ങളും ചെയ്തേ മതിയായുള്ളൂ. ഇന്ന് ഞാൻ സന്ദേശം നൽകുന്നത് പഴയ നിയമത്തിൽ നിന്നൊരു വേദഭാഗമാണ്. മീഖാ പ്രവചനം 6-ാം അധ്യായം 3 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. മീഖാ പ്രവചനം 6-ന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ച് സമയം എടുക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ അകത്തെ 2 വാചകങ്ങൾ പ്രാരംഭമായിട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. 3-ാമത്തെ വാക്യം ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും: എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? വാട്ട് ഹാവ് ഐ ഡൺ ടു യു? എൻ്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? തുടർന്ന് പറയുന്നത് ഈ ജനത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേലിന് വേണ്ടി എന്ത് ചെയ്തു? പ്രിയപ്പെട്ടവരെ, ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? അല്ലേ? പക്ഷെ ഇവിടെ ദൈവം എന്ത് ചെയ്തു എന്ന് പറയുന്നതിന് വേറെ രീതിയിലാണ് ചോദിച്ചത്. ഞാൻ നിന്നോട് എന്ത് ചെയ്തു? അല്ലേ? ചിലപ്പോൾ ഭാര്യയുടെ മുഖം മ്ലാനമായിരിക്കുന്ന കാണുമ്പോൾ ഭർത്താവ് ചോദിക്കും, ഞാൻ നിന്നോട് എന്താ ചെയ്തത്? അതേ ഒരു ഫീലാണ് നമുക്ക് കൺവെൻഷനിലിരിക്കുന്ന ആളുകളുടെ പല മുഖഭാവം കാണും. ഞങ്ങൾ എന്തോ ചെയ്തല്ലേ, തെറ്റ് വല്ലതും ചെയ്തോ? അല്ലേ? നമ്മൾ തെറ്റ് ചെയ്ത പോലെയുള്ള ഒരു മുഖഭാവത്തിലാണ് പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ സഹകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കുഞ്ഞുങ്ങൾ ഡാൻസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാണ് കഴിഞ്ഞ ദിവസം, അവരുടെ മുഖത്തെ ആ ഒരു ചിരിയാണ് നമുക്ക് വലിയൊരു സന്തോഷം പകരുന്നതായിട്ടുള്ളത്. ഇവിടെ കൊയറിലും ചില ആളുകൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് പാടുന്നത് കാണാനിടയാണ്. അതൊക്കെ വളരെ സന്തോഷകരമാണ്. അതേ ഒരു ആത്മാവിൽ നാം ദൈവവചനം ശ്രവിക്കുമെങ്കിൽ അതും സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? ഞാൻ നിന്നോട് എന്ത് ചെയ്തു? അതിൻ്റെ അവസാന ഭാഗം 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? 2 കാര്യങ്ങളാണ്. 1, ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു? 2, എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് ദൈവം ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നതിന് മുമ്പ് കർത്താവ് പറയുകയാണ്, ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെന്ന് നിങ്ങൾ അറിയണം. ഇത് വളരെ വിശദമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുമ്പോട്ട് പോകാം. 2 കാര്യം. 1, ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ദൈവം ഇസ്രായേലിന് വേണ്ടി എന്ത് ചെയ്തു? അത് പഴയ നിയമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിഴലാണ്. പുതിയ നിയമം അതിൻ്റെ പൊരുളാണ്. നമ്മൾ പഴയ നിയമത്തിൽ കർത്താവ് പറയുകയാണ്, അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽ പറയുകയാണ്, അല്ലേ? അടിമ വീട്ടിൽ നിന്നും നിന്നെ വീണ്ടെടുത്തു. അല്ലേ? ഇവിടെ പറയണം, ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ എന്ത് ചെയ്തു? വീണ്ടെടുത്തു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഒന്നാമതായിട്ട് ദൈവം നമുക്ക് വേണ്ടി എന്താ ചെയ്തത്? നമ്മെ വീണ്ടെടുത്ത ദൈവം, അല്ലെ? പാപത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വിടുതൽ തന്ന ദൈവം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അല്ലേ? മരണത്തിന്റെ അടിമത്വത്തിൽ നിന്നും പാപത്തിന്റെ അടിമത്വത്തിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതവിടെ അവസാനിപ്പിച്ച് മുമ്പോട്ട് പോകും. ഒന്നാമതായിട്ട് കർത്താവ് നമ്മെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ആജീവനാന്തം മരണഭീതിയിൽ കിടന്ന് നമ്മെ ഓരോരുത്തരെ അതിൽ നിന്ന് വിടുവിച്ച ദൈവമാണ്. പ്രിയപ്പെട്ടവർ, 2ാമത് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാവോ? എന്താ പറയാണ്? മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുമ്പിൽ അയച്ചു. ദൈവം നിനക്ക് വേണ്ടി പ്രാണൻ തന്ന്, തൻ്റെ ചോര തന്ന് എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുക മാത്രമല്ല, കാലാകാലങ്ങളിൽ നമുക്ക് വേണ്ടി തൻ്റെ ദാസന്മാരെ അയച്ച ഒരു ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളത് വളരെ നന്ദിയോടെ ഓർക്കാൻ കടംപെട്ട ആളുകളാണ്. നമുക്ക് വേണ്ടി ദൈവം അയച്ചു തന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കർത്താവിന് 12 അപ്പോസ്തലന്മാരേ ഉള്ളൂ. ലോകത്തിൽ 195 രാജ്യങ്ങളുണ്ട്, അല്ലേ? അതിലൊരു അപ്പോസ്തലനെ കർത്താവ് എങ്ങോട്ട് അയച്ചു? ഇന്ത്യയിലേക്ക്, കേരളത്തിലേക്ക് അയച്ചു. നന്ദിയുണ്ടോ പ്രിയപ്പെട്ടവർ? അതിന് സന്തോഷമുണ്ടോ? അതിന് സന്തോഷമുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ 195 രാജ്യങ്ങളെക്കാൾ മെച്ചപ്പെട്ട ദേശമായതുകൊണ്ടാണോ ഈ ദേശത്ത് ദൈവം തന്റെ ദാസനെ അയച്ചത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ മറ്റുള്ളവരുടെ മുമ്പിൽ, അല്ലേ, നമ്മൾ ശാരീരികമായിട്ട് എത്രയോ ബലഹീനരാണ്. നമ്മൾ ചില വിദേശത്തുള്ള ആളുകളെ കണ്ടാൽ, അല്ലെ, നമ്മുടെ ഇരട്ടി പൊക്കം, അല്ലേ, നല്ല ഹൈറ്റ്, പ്രിയപ്പെട്ട നല്ല ആരോഗ്യം, അവരുടെ സ്റ്റാമിനയ്ക്ക് നമുക്ക് നിൽക്കാൻ സാധിക്കത്തില്ല. അവരുടെ അടുക്കലേക്കൊന്നും അയക്കാതെ പാവപ്പെട്ട നമ്മുടെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദാസനായിരിക്കുന്ന തോമസ് അപ്പോസ്തലനെ അയച്ചു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ അതിനെപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമുക്കറിയാം, 200 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഏകദേശം 10-12 മിഷണറി സംഘടനകൾ പ്രവർത്തിച്ചു. CMS മിഷണറിമാർ കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു, അല്ലേ? LMS മിഷണറിമാർ തിരുവനന്തപുരം, അല്ലേ? ബാസൽ മിഷൻ ഈ പ്രദേശത്ത്. അവരെന്താ നമ്മുടെ ദേശത്തിന് വേണ്ടി ചെയ്തത്? ഞാൻ ചില ക്വിസ് കോമ്പറ്റീഷൻ പോലെ 1-2 ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് എവിടാണെന്നറിയാമോ? ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ് ഗോവയിലാണ്. ജെസ്യൂട്ട് മിഷണറീസ് ആണ് അത് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ പ്രസ് കോട്ടയം ആരാണ് സ്ഥാപിച്ചത്? ബെഞ്ചമിൻ ബെയ്ലി, CMS മിഷണറീസ്. ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ്, ഫസ്റ്റ് കോളേജ് ഏതാണ്? സെറാംപൂർ കോളേജ്. ആരാണ് സ്ഥാപിച്ചത്? ഡാനിഷ് മിഷണറീസ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാ? CMS കോളേജ്. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ്. ഇതൊക്കെ നമുക്ക്, അല്ലേ, ഒന്ന് അറിയുമ്പോൾ ഒന്ന് സ്വോത്രം ചെയ്യും. ഇതൊക്കെ അറിയാം നമുക്ക്, പക്ഷെ നമ്മളെന്ത് ചെയ്യാറില്ല? അതിനൊന്നും വലിയ വില കൽപ്പിക്കാറുള്ളവരല്ല. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഏതാണെന്നറിയാമോ? ഇതിന് നിങ്ങൾ ഉത്തരം പറയണം. കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻ കോഴിക്കോട്. ആ കരങ്ങളായിട്ട് ജീവിതത്തിന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഈ കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യത്തെ സ്കൂൾ ഉണ്ടായത്. അത് ആരംഭിച്ചത്? അത് മിഷണറിമാർ ആരംഭിച്ച, പ്രിയപ്പെട്ടവരെ, സ്കൂളാണ്. ബാസൽ മിഷനാൽ ആരംഭിച്ചതായിട്ടുള്ള സ്കൂളാണ്. സോറി, അത് എനിക്ക് ഒരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിനപത്രം ഏതാണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. രാജ്യസമാചാരം. ആരാണ്? ബാസൽ മിഷൻ, അല്ലേ? പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ മാസിക ജ്ഞാനനിക്ഷേപം ആരാണ് ആരംഭിച്ചത്? CMS മിഷണറീസ് ആരംഭിച്ചതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു നോക്കിയാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഓർക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പറയും മാൾട്ടോ ആദിവാസികൾ, കുക്കണ ആദിവാസികൾ, വസവ ആദിവാസികൾ. അവരുടെ ആദ്യത്തെ സ്കൂൾ, അല്ലേ? അവരുടെ ആദ്യത്തെ പ്രിന്റിങ്. അവർ പറയും FMBB മിഷണറീസ്. അതോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, നമുക്ക് വേണ്ടി ദൈവം തൻ്റെ ദാസന്മാരെ അയച്ച് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ബോധ്യമുണ്ട്, എന്ത് സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞത്, ഏതളവിലാണോ നമുക്ക് ലഭിച്ചത് അതേ അളവിൽ നമ്മൾ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തിന്റെ മുമ്പാകെ ആരാണ്? കടക്കാരാണെന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, ഈ ദേശത്ത് വന്ന ഇവിടെ ആദ്യത്തെ ദിവസം അച്ഛന് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു. എങ്കിലും പ്രിയപ്പെട്ടവരെ, വീണ്ടും എൻ്റെ മനസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാനതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അങ്ങ് മിഷണറീസ് ലൈഫിൽ പല കാര്യങ്ങൾ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഞാൻ മാറ്റിവെച്ചിരിക്കുകയാണ്. കാരണം ഈ ദിവസങ്ങൾ നമ്മൾ ധാരാളം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ദേശത്തിന് വേണ്ടി ഇപ്രകാരം ചെയ്തുവെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്, നമുക്കൊരു കടമയുണ്ട്, നമുക്കൊരു കടപ്പാടുണ്ട്. കടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കടം കൊടുക്കുന്നില്ലെങ്കിൽ അത് വലിയ കുറ്റകരമായ കാര്യമാണ്, അല്ലേ? അതുകൊണ്ട് ആ കുറ്റം നമ്മുടെ മേൽ ഉണ്ടാകാതിരിക്കാൻ ദൈവം സഹായിക്കട്ടെ. മുമ്പോട്ട് പോവുകയാണ്. മൂന്നാമതായിട്ട് അവരോട് പറയുകയാണ്, എന്താണ് പറയുന്നത്? നിങ്ങൾ യഹോവയുടെ നീതി പ്രവർത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞതും, അല്ലെ? മോവാബ് രാജാവായിരിക്കുന്ന ബാലാക്ക് ബിലയാമിനെ വിളിച്ച് ഇസ്രായേൽ ജനത്തെ ശപിപ്പാനായിട്ട് പറയുകയാണ്. എന്നാൽ ബിലയാം ശപിക്കാൻ വാതുറന്നപ്പോൾ എന്താ സംഭവിച്ചത്? അനുഗ്രഹം. ദൈവത്തിന്റെ ജനത്തിനെതിരെ ശാപഗ്രസ്തമായ ഏതു പദ്ധതി ശത്രു ഉരുവാക്കിയാലും അതിനെ അനുഗ്രഹകരമാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, ജോസഫിന്റെ കാലം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ദൈവത്തിന്റെ ജനത്തിനെതിരെ ഉരുവാകുന്ന സകല പദ്ധതികളെയും അനുഗ്രഹകരമാക്കുന്ന ഒരു ദൈവമുണ്ട്. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, അല്ലെ, നമ്മളൊക്കെ നിരാശരായി പോവുകയാണ്. നിന്റെ പ്രതിസന്ധിയെ പദ്ധതിയാക്കി മാറ്റാൻ കഴിവുള്ള ഒരു സർവശക്തനായിരിക്കുന്ന ദൈവമുണ്ട്. ഞാൻ പ്രാരംഭത്തിൽ പറയാൻ ഓർത്തത്, ഇപ്പൊ സാനുവിന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ഈ മെസ്സേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഞാൻ അങ്ങ് സന്തോഷം കൊണ്ട് അങ്ങ് പറയുക. ഞാൻ പാലക്കാട് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അതേ അവിടെയുണ്ട്.
പാറശാല ചെന്നപ്പോൾ അവിടെയുണ്ട്, ഇപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ ഇവിടെയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവത്തിൻ്റെ വേലയെ സ്നേഹിക്കുന്നതായിട്ടുള്ള ദൈവമക്കളാണ് നമുക്ക് അനിവാര്യം, അല്ലെ? ദൈവം നമുക്ക് വേണ്ടി ചെയ്തതോർത്താൽ എങ്ങനെ പോകാതിരിക്കും, എങ്ങനെ പറയാതിരിക്കും, എങ്ങനെ സ്തുതിക്കാതിരിക്കും? നിന്നെ ശപിപ്പാനും നിന്നെ നശിപ്പാനും നിന്നെ ഇല്ലായ്മ ചെയ്യുവാനും ഒരുക്കുന്ന പദ്ധതികളെ അനുഗ്രഹകരമാക്കുന്ന ഒരു ദൈവം എന്നും ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, സുനിൽ കെ മാത്യു എന്ന് പറയുന്ന ഞങ്ങളൊരു സഹോദരനുണ്ട്. അദ്ദേഹം എഞ്ചിനീയറിംഗിൽ PG കഴിഞ്ഞതായിട്ടുള്ള വ്യക്തിയാണ്. 10-30 വർഷം മുമ്പ് അദ്ദേഹം ഡുംഗ്രാഭിയിൽ എന്ന് പറയുന്ന ഗുജറാത്തിലെ ആദിവാസികളുടെ മധ്യേ കടന്നുപോയി. ബൈബിൾ പരിഭാഷ നടത്താനായിട്ട് കടന്നുപോയി. 17 വർഷം അദ്ദേഹം അവിടെ പ്രവർത്തിച്ചപ്പോൾ പുതിയ നിയമം പരിവർത്തനം ചെയ്യുവാൻ അദ്ദേഹത്തിന് ദൈവം കൃപ ചെയ്തു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരാശാജനകമായ ഒരു അനുഭവം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അടങ്ങിയതായിട്ടുള്ള കമ്പ്യൂട്ടർ ഗുജറാത്ത് കലാപത്തിൽ അദ്ദേഹം പാർത്ത മുസ്ലിമിൻ്റെ വീട്ടിലാണ്. ആ വീട് കത്തിച്ചു കളഞ്ഞു. അദ്ദേഹം ദൈവത്തിൻ്റെ കൃപയാൽ അന്ന് ഭവനത്തിലില്ല. അദ്ദേഹം വെളിയിൽ പോയിരിക്കുന്ന സമയത്താണ് ഈ ഒരു അനർത്ഥം ഉണ്ടാകുന്നത്. ഇത് നിമിത്തം അദ്ദേഹത്തിന് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. പരിവർത്തനം ചെയ്തതായിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റു പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടോ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വരാന്തയിൽ അദ്ദേഹം നിരാശനായിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തിന് പകൽക്കാലത്തൊരു ദർശനം കാണിച്ചു കൊടുത്തു. അദ്ദേഹം കണ്ട ദർശനം എന്തെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം 100 പാട്ടുകൾ അടങ്ങിയ ഒരു പാട്ട് ആ ഭാഷയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഭാഷയിൽ അദ്ദേഹം പാട്ട് എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് മലയാളത്തിൽ ഒരു പാട്ട് പോലും എഴുതാൻ എന്നെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഡുംഗ്രാഭിൽ ആദിവാസി ഭാഷയിൽ അദ്ദേഹം അത് നിവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം പകലിങ്ങനെ സ്വപ്നം കാണാം. ഇദ്ദേഹം മരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇദ്ദേഹം മരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വർഗ കവാടത്തിൽ ഡുംഗ്രാഭിൽ ആദിവാസികൾ ഇതുപോലെയുള്ള മനോഹരമായ കളർഫുൾ ആയിട്ടുള്ള വസ്ത്രം ധരിച്ച് അവരുടെ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് കരം തട്ടി അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കുമ്പോൾ അദ്ദേഹം എഴുതി ട്യൂൺ ചെയ്ത പാട്ടുപാടിയാണ് അദ്ദേഹത്തെ അവർ ഈ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ആ കാഴ്ച കണ്ടതിന് ശേഷം നിരാശ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ചെയ്യുന്ന സകല പദ്ധതികളും അത് പരാജയപ്പെട്ടെന്ന് നമുക്ക് തോന്നിയാലും അതിനെ അനുഗ്രഹകരമാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നമുക്കറിയാമല്ലോ, വില്യം കേറിയുടെ പ്രിന്റിംഗ് പ്രസ് കത്തിപ്പോയി, സകലവും പോയി. അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം പറയുന്നത്, പിന്നീട് അദ്ദേഹം അതെല്ലാം പകർത്തി എഴുതിയപ്പോൾ ആദ്യം എഴുതിയതിനേക്കാൾ മെച്ചപ്പെട്ട വിധത്തിൽ എഴുതാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിരാശജനകമായ കാര്യങ്ങളെയൊക്കെയും അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ശത്രു നിനക്കെതിരെ ഏതെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും ആ പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, ശത്രുവിൻ്റെ പദ്ധതി കണ്ട് നമ്മൾ നിരാശപ്പെടാനോ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് പിന്മാറുവാനോ യാതൊരു കാരണവശാലും ഇടയാകരുത്. കർത്താവിന് വേണ്ടി മുന്നേറുവാനായിട്ട് നമുക്കിടയാകണം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയാണ്, ശിത്തീം മുതൽ ഗിൽഗാൽ വരെ, അല്ലെ, ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് നീ ഓർക്കണമെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ശിത്തീമിൽ എന്ത് സംഭവിച്ചു, ഗിൽഗാലിൽ എന്ത് സംഭവിച്ചു? വളരെ വേഗത്തിൽ പറഞ്ഞ് മുമ്പോട്ട് പോവുക. ശിത്തീമിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ലൈംഗിക അധാർമികതയും വിഗ്രഹാരാധനയും വർദ്ധിച്ചു വരിക, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഫിനെഹാസ് എന്നൊരുവൻ കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുക. സംഖ്യാപുസ്തകം 25-ാം അധ്യായം 13 വാക്യങ്ങൾ നമുക്കത് കാണുവാനായിട്ട് 25-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആ തീഷ്ണതയുള്ളവനായി ഫിനെഹാസ് എഴുന്നേറ്റ് ഈ അധർമ്മം ചെയ്യുന്നവനെ, അത് വിശദീകരിച്ച് പറയാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം ഈ 25-ാം അധ്യായം വീട്ടിൽ പോയി വായിച്ചാൽ മതി. ഈ ദുഷ്കർമ്മം ചെയ്ത ഒരുവനെ ഒരുത്തിയെയും, അല്ലെ, ചേർത്ത് കുത്തിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. അതിനു മുമ്പ് 24,000 പേരെ ബാധയാൽ സംഹരിച്ചു. ഫിനെഹാസ് ദൈവത്തിന് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ചപ്പോൾ ദൈവം ആ ബാധ എന്ത് ചെയ്തു? നിർത്തലാക്കി. ദൈവം ബാധ നിർത്തലാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, അച്ഛൻ കഴിഞ്ഞ ദിവസം എപ്പോഴും ഇത് ഓർപ്പിച്ചതാണ്. ഇതിന് സമാനമായ കാര്യങ്ങൾ, അല്ലെ? നാം ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവരാണോ? പ്രിയപ്പെട്ടവരെ, തീഷ്ണതയോടെ നമുക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? ഒന്നുകിൽ തീഷ്ണത വേണം, അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് എന്ത് ചെയ്യരുത്? ഇറങ്ങരുത്. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ലാത്ത ശീതവാനുമല്ലാത്തവനെ ഞാൻ എന്ത് ചെയ്യും? ഉമിണ്ണ് കളയുമെന്നാ പറഞ്ഞത്, ഛർദ്ദിച്ച് കളയുമെന്നാ പറഞ്ഞു, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശീതോഷ്ണാവസ്ഥ നമ്മൾ മാറണം.
നാം ഉഷ്ണവാനാകണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ നിൽപ്പാൻ എനിക്കും നിങ്ങൾക്കും ഇടയാക്കണം. അവിടെയാണ് ദൈവത്തിന്റെ കൃപ നമ്മിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയാകുന്നത്. അതിന്റെ 25-ാം അധ്യായത്തിന്റെ 13 ആരെങ്കിലും എടുത്തെങ്കിൽ ഒന്ന് വായിക്കാം. 25-ന്റെ 13 ഒന്ന് വായിക്കാം. അത് അവനും അവന്റെ സന്തതിക്കും നിത്യപൗരോഹിത്യത്തിന്റെ നിയമം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദൈവത്താൽ വിളിക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. നമ്മുടെ പൗരത്വം നിത്യപൗരത്വമാകണമെങ്കിൽ, ഇവിടെ നമുക്കറിയാം, നമ്മുടെ പട്ടക്കാരെന്നാണ് നമ്മൾ പറയുന്നത്, ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർ അല്ലേ, പുരോഹിത ശുശ്രൂഷ എന്ന് നമ്മൾ പറയാറുണ്ട്. അതിന് ഒരു വാല്യൂ ഉണ്ട്, അതിനൊരു വിലയുണ്ട്. അതിന് കിട്ടിയ വിലയെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലെ അനുഗ്രഹീതമായ ദൈവദാസന്മാരുടെ മാതൃകാപരമായ ജീവിതമാണ് ഈ കുപ്പായം ഇടുന്നവർക്ക് ഇന്ന് കിട്ടുന്ന മാന്യതയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു മാന്യതയുണ്ട് എങ്കിൽ, നിത്യ പൗരോഹിത്യം എന്ന പദവി വഹിക്കുന്നവർക്ക് സ്വർഗത്തിൽ എന്തു മാന്യതയാണ് ദൈവം കൽപ്പിക്കാൻ പോകുന്നത്. ഈ താൽക്കാലിക പൗരോഹിത്യമാണോ അതോ നിത്യ പൗരോഹിത്യമാണോ നമുക്ക് ആവശ്യമെന്ന് ഞാനും നിങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിനു വേണ്ടി തീഷ്ണതയോടെ നിൽക്കണം. ഒരു പുരോഹിതൻ, ഒരു പട്ടക്കാരൻ, ഒരു കർത്താവിന്റെ ശുശ്രൂഷകൻ ക്രിസ്തുവിന് വേണ്ടി തീഷ്ണതയോടെ നിൽക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവനാണ് എന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറക്കരുത്. പ്രിയപ്പെട്ടവരെ, ഇനി ഗിൽഗാലിൽ സംഭവിച്ചത് എന്താണ് അല്ലെ? ഗിൽഗാലിൽ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഈ യോർദാൻ കരകവിഞ്ഞൊഴുകുമ്പോൾ പുരോഹിതന്മാർ പെട്ടകം തങ്ങളുടെ തോളിലേറ്റിക്കൊണ്ട് കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ കടക്കണമെങ്കിൽ നമ്മളായിരുന്നു എന്ത് ചെയ്തേനെ? ഞാനിങ്ങനെ പറയാറുണ്ട്, നമ്മളായിരുന്നെങ്കിൽ വേണമെങ്കിൽ അവിടെ ഒരു 3 സുവാസ പ്രാർത്ഥന വെച്ചേനെ അല്ലേ? ഈ വെള്ളം ഒന്ന് താഴാൻ വേണ്ടി, കർത്താവേ നീ അത്ഭുതം പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് വെള്ളം വല്ലതും താഴുമോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ചുറ്റും ഇങ്ങനെ അങ്ങ് ഒഴുകും. ഇതൊക്കെ മാറിയിട്ട് സുവിശേഷ വേല ചെയ്യാൻ ആരും വിചാരിക്കരുത് കേട്ടോ. ഇതിൻ്റെ ഡേ 1 മുതൽ പ്രതിസന്ധിയും പ്രതികൂലവും എതിർപ്പും പീഡനവുമാ. അത് മാറുമെന്ന് ആരും വിചാരിക്കണ്ട. അത് നീ പ്രാർത്ഥിച്ചു മാറ്റിയിട്ട് ഇതിനകത്ത് ഇറങ്ങാനും നീ നോക്കണ്ട. അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ പ്രതിസന്ധിയിൽ ദൈവത്തിന്റെ പെട്ടകം എടുക്കേണ്ടതുപോലെ അത് തോളിൽ ചുമന്നുകൊണ്ട് പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ, പ്രിയപ്പെട്ടവരെ, ഈ യോർദാൻ നദിയിലേക്ക് എടുത്തു വെച്ചപ്പോൾ യോർദാൻ എന്ത് ചെയ്തു? 2ആയി പിരിഞ്ഞു മാറി. പ്രതിസന്ധികളുടെ മധ്യത്തിലേക്ക് പ്രിയ ദൈവജനമേ ഇറങ്ങാൻ തയ്യാറാണോ? നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സർവശക്തനായിരിക്കുന്ന ദൈവമുണ്ട്. ഇന്ന് പ്രതിസന്ധി കണ്ട് പകച്ചു നിൽക്കുക ഞാനും നിങ്ങളും. പ്രതിസന്ധിയുടെ ഉള്ളിലേക്ക് ഇറങ്ങുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുക. പ്രിയജനമേ, അവിടെ നിന്ന് 12 കല്ലെടുത്ത് ഗിൽഗാലിൽ കൊണ്ട് നാട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്കറിയാം, അവിടെ അതായത് പരിച്ഛേദനയൊക്കെ അവിടെ വീണ്ടും ആരംഭിക്കുന്നതായുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല, ഒറ്റക്കാരിയെ പറയുന്നുള്ളൂ. ആ 12 കല്ല് അവിടെ നാട്ടിയിട്ട് പറഞ്ഞ എന്തിനാണ് നാട്ടിയത്? അത് ജ്ഞാപകമാണ്. നിന്റെ തലമുറയോട് നീ പറഞ്ഞു കൊടുക്കണം, എങ്ങനെയാണ് ദൈവം നിങ്ങളെ യോർദാനിലൂടെ നടത്തിയതെന്ന് നിന്റെ തലമുറയോട് നീ പറഞ്ഞു കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഇന്ന് വേദപുസ്തകം എടുത്ത് എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? തിരുവചനവുമായി ഒന്ന് പോക്കി കാട്ടെ, കാണണ്ട. ദൈവവചനം കാണുന്ന എത്ര സന്തോഷം. എന്തിനാ ഞാൻ ചോദിച്ചെന്നറിയാം? മിഷണറിമാരെ കടന്നു വന്നത് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഞാൻ പലയിടത്ത് പരിശോധിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അഡോണി റാം ജഡ്സൺ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചില നെറ്റിലൊക്കെ കണ്ടെങ്കിൽ അതിന് ആധികാരികതയില്ല. ഒരു മിഷണറി ഇംഗ്ലണ്ടിൽ നിന്ന് വരുമ്പോൾ 6 മാസം പായ്ക്കപ്പലിലെ യാത്രയാണ്, അല്ലെങ്കിൽ 3 മാസം മുതൽ 6 മാസം വരെ എടുക്കാം അല്ലേ? പായ്ക്കപ്പലിൽ യാത്ര എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ? യാതൊരു സുരക്ഷിതത്വവും ഇല്ല. പ്രിയപ്പെട്ട, ഇന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് വന്നെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സന്തോഷമാണ്, കയറി ഇരുന്നാൽ മതി അല്ലേ? മണിക്കൂറിനുള്ളിൽ ഇംഗ്ലണ്ടിൽ ചെല്ലും. അന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ എത്തണമെങ്കിൽ ജീവൻ മരണ പോരാട്ടം. അവിടെ എത്തിയാൽ എത്തി, എത്തിയില്ലെങ്കിൽ എത്തിയില്ല. പ്രിയപ്പെട്ടവരെ, വരുന്ന വഴി യാത്രയിൽ ഒരു മിഷണറിയുടെ മകൻ മരണപ്പെട്ടു. എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പ്രാർത്ഥിച്ച് കടലിലേക്ക് തന്നെ സമർപ്പിച്ചിട്ട് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയോ? മടങ്ങിപ്പോയില്ല. ഇവിടെ വന്നു, ഇവിടെ ജീവിച്ചു, ഇവിടെ പാർത്തു, ഇവിടെ അടക്കപ്പെട്ടു. നമ്മുടെ അമ്മച്ചിമാരൊക്കെ മക്കളുടെ അടുത്ത് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ഒക്കെ പോകും. എന്നിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ പറയും, എൻ്റെ അച്ചായൻ കിടക്കുന്നിടത്ത് തന്നെ എനിക്ക് കിടക്കണമെന്ന് പറയും. അച്ചായൻ മരിച്ച് ഇവിടെ ഏതോ കത്തീഡ്രൽ അടക്കിയിരിക്കുകയാണ്. അപ്പോൾ അമ്മച്ചിക്ക് എവിടെ കിടക്കണം? കത്തീഡ്രൽ അച്ചായൻ്റെ അടുത്ത് കിടക്കണം. അതുകൊണ്ട് എന്ത് കാരണവശാലും ആ പിള്ളേരോടത്തിൽ അവസാനം വരെ എന്ത് ചെയ്തില്ല? നിൽക്കത്തില്ല. നമുക്കറിയാം, നമ്മുടെ പല ചർച്ചുകളിലും
മിഷണറിമാരുടെ പ്രിയപ്പെട്ടവരെ ശവകുടീരം നമുക്ക് കാണാൻ കഴിയും. ഒന്നല്ല, രണ്ടല്ല, നൂറുകണക്കിന്. പ്രിയപ്പെട്ടവരെ അവരുടെ ദേശത്തെ വിട്ട് ഈ ദേശത്ത് വന്ന് ഇവിടെ ജീവിച്ച്, ഇവിടെ മരിച്ച്, ഇവിടെ അടക്കി. 2 ആഴ്ചയ്ക്ക് മുമ്പ് FMBയുടെ ഒരു മിഷണറി ഹരിയാനയിൽ മരിച്ചു. എൻ്റെ കൂടെ മിഷണറി ട്രെയിനിങ്ങിനുണ്ടായിരുന്ന ഒരു സഹോദരിയാണ്. 42 വയസ്സ് മാത്രം പ്രായം. ആക്സിഡൻറ്റിലാണ് മരിച്ചത്. അവിടെ തന്നെ അടക്കി. അതേ മിഷൻ അല്ലേ, അവർ പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ ആ സഹോദരിയെ അടക്കം ചെയ്യുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, അനേക പ്രിയപ്പെട്ടവർ ഇപ്രകാരം ത്യാഗം ചെയ്താണ് ഈ ദേശത്ത് വന്നത്. അവർ ത്യാഗം ചെയ്ത് ഈ ദേശത്ത് വന്ന് ഈ ഭാഷ പഠിച്ച്, ഈ ഭാഷയിൽ ഗ്രാമർ ഉണ്ടാക്കി. നമുക്കറിയാം ആരാ ഗ്രാമർ ഉണ്ടാക്കി എന്നൊക്കെ നമുക്കറിയാം അല്ലേ, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇത്രയൊക്കെ ത്യാഗം ചെയ്ത് ആദ്യത്തെ സ്കൂളും ആദ്യത്തെ കോളേജും ഒക്കെ തന്നപ്പോൾ നമ്മൾ പഠിച്ചു. പറയാൻ മറന്നൊരു കാര്യമുണ്ട്. ആദ്യത്തെ പെൺപള്ളിക്കൂടം കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂൾ അല്ലേ, ഈ കേരളത്തിലെ ആദ്യത്തെ. അത് തുടങ്ങിയില്ലായിരുന്നു ഇവിടുത്തെ സ്ത്രീകളുടെ ഗതി എന്താകുമായിരുന്നു? ഇന്ന് മക്കളൊക്കെ പഠിച്ച് അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പോയി ഇഷ്ടം പോലെ കാശായി, നേഴ്സിംഗുമായി, അതുമായി ഇതുമായി. ഇപ്പം ബൈബിൾ എടുക്കുന്നത് നമുക്ക് അപമാനം. കുറച്ച്, അയ്യോ ഇത് വലിയ കുറച്ചിലല്ലേ. ഇതുപോലെ നാണംകെട്ട പരിപാടി വല്ലതും ഉണ്ടോ? ഇതിനെന്താ വെയിറ്റ് കൂടിയത് കൊണ്ടാണോ? പ്രിയപ്പെട്ടവരെ, ജീവൻ കൊടുത്ത് നൽകി തന്ന വചനം, ഈ വചനം ആളുകളെ രൂപാന്തരപ്പെടുത്തിയതുപോലെ ഏതെങ്കിലും ഒന്ന് ആളുകളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് രൂപാന്തരപ്പെടുത്തുന്ന വചനം. ഇത് കൊടുക്കാൻ നാം തയ്യാറാണ്. ഇത് നമ്മൾ കയ്യിലെടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്? വചനത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാനായിട്ട് നമുക്കിടയാകണം. പ്രിയപ്പെട്ടവരെ, ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാൻ എനിക്ക് സമയമില്ല. എന്നിട്ട് ഇവിടെ പറയുന്ന എന്തൊന്നിനാൽ ഞാൻ യഹോവയുടെ അടുക്കലേക്ക് വരുമെന്നാണ് തുടർന്ന്. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിലേക്ക് ചെല്ലും? ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്ത ദൈവത്തിന് വേണ്ടി എന്തൊന്നിനാ ചെല്ലും? അവരങ്ങനെയൊക്കെ പറയാണ്, എന്തൊന്നിനാ ഞാൻ നിൻ്റെ അടുത്ത് വരും. നമ്മളിതെല്ലാം പറയാറുണ്ടോ? നമ്മൾ ചുമ്മാ കായം വീശി എന്ത് ചെയ്യുക? നമുക്ക് അതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? പോയി അങ്ങ് ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് നമ്മൾ പോകുന്നത്. അന്ന് ഇസ്രായേൽ ജനം അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ട്, എന്തൊന്നിനാ ഞാൻ ചെല്ലും അല്ലേ. ഇവിടെ പറഞ്ഞ 1000 ആട്ടുകൊറ്റനാണോ 10,000 തൈലനദി ദൈവം പ്രസാദിക്കുമോ? 1000 ആട്ടുകൊറ്റനെ കൊടുത്താൽ ദൈവം പ്രസാദിക്കുമോ? 10,000 തൈലനദിയിൽ ദൈവം പ്രസാദിക്കുമോ? ഇതിൻ്റെ ഉത്തരം എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കും, 1000 ആട്ടുകൊറ്റനെ കൊടുത്താൽ ദൈവം പ്രസാദിക്കുമോ? 10,000 തൈലനദി ഒഴിക്കാൽ ദൈവം പ്രസാദിക്കുമോ? ഇതിലൊന്നും ആരും പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കത്തില്ല. എന്താ ദൈവം പ്രസാദിക്കുന്നത് എന്താണെന്ന് അവിടെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. ആര് പറഞ്ഞതാ? കർത്താവ് പറഞ്ഞു അല്ലെ, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു മാതൃക തന്നു. കർത്താവിൻ്റെ മാതൃകയാണ് നല്ലതെന്നും നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവം നിന്നോട് എന്താ ചോദിക്കുന്നത്? ന്യായം പ്രവർത്തിക്കണം. ന്യായം പ്രവർത്തിക്കാറുണ്ടോ? ഇനി എന്താ ന്യായമെന്ന് ഞാനൊന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കൊട്ടേഷനിൽ തന്നെ നമ്മളങ്ങ് തുടങ്ങാൻ വേണം. ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒരു വേദഭാഗം പറയും, അത് വായിക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള ഭാഗമാണ്. ഞാൻ ആ ഒരു പ്രത്യേക വാക്യം എഴുതാൻ മറന്നുപോയി. അതിൻ്റെ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയും. അത് മൊത്തം വായിക്കണ്ട. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ എന്നുള്ള ആ ഭാഗം മാത്രം വായിക്കും. ഇതാന്ന് നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവീൻ. മതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ചരിത്രം അറിയാവുന്ന ആളുകളുണ്ട്, അറിയാത്തവരും കാണും. നമ്മൾ ഈ വേദപുസ്തകത്തോടൊക്കെ എത്ര വലിയ പരിചയമായതുകൊണ്ട് അറിയാൻ മേലാത്തവരും കാണും. അരാം രാജാവായിരിക്കുന്ന ബെൻഹദദ് ഇസ്രയേൽ രാജ്യത്തെ വളഞ്ഞിരിക്കുക. കുറേ നാളുകളായി അവിടെ ഒന്നും തിന്നാനില്ല. 2 സ്ത്രീകൾ തമ്മിൽ പറഞ്ഞ്, ഒരു സ്ത്രീ പറഞ്ഞ് നമ്മുടെ മക്കളെ പുഴുങ്ങി തിന്നാം, ഇന്ന് നിന്റെ മകനെ തിന്നാം, നാളെ എൻ്റെ. ഒരുത്തി പുഴുങ്ങി തിന്നു, മറ്റവൾ അതിന് പിന്നീട് സമ്മതിക്കുന്നില്ല. അതൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വളരെ ദുരന്തപൂർണമായ ഒരു അനുഭവം. ആ അനുഭവത്തിൽ അവിടെ 4 കുഷ്ഠരോഗികൾ അവർ പാളയത്തിൽ പാർക്കുക. കുഷ്ഠരോഗികൾ പാളയത്തിന് പുറത്തവർ പാർക്കുകയാണ്. അവർ തമ്മിൽ പറഞ്ഞു, ഇവിടെ കിടന്നാലും മരിക്കും, ആരാം പാളയത്തിൽ ചെന്നാൽ അവിടെ ചെന്നാലും
മരിക്കും. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, ദൈവം അവിടെ നമ്മളെ വിടുവിക്കുന്നെങ്കിൽ രക്ഷിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ശത്രുവിൻ്റെ മുമ്പിൽ മേശ ഒരുക്കാൻ മതിയായ ദൈവം. അവരവിടെ നിന്ന് നേരെ ആരാം പാളയത്തിലേക്ക് വെച്ച് പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വേലയ്ക്ക് നിങ്ങൾ കരം കൊടുത്താലും മരിക്കും, കൊടുത്തില്ലെങ്കിലും മരിക്കും. നിങ്ങൾ സുവിശേഷം പറഞ്ഞാലും മരിക്കും, പറഞ്ഞില്ലെങ്കിലും. അയ്യോ, ഇനി സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ മരിക്കത്തില്ലെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. സുവിശേഷം നീ പറഞ്ഞില്ലെങ്കിലും, ദൈവവേലയ്ക്ക് നീ കൊടുത്താലും, നീ സമ്പാദിച്ചു കൂട്ടിയാലും, നിന്റെ സമ്പാദ്യം കർത്താവിന് കൊടുത്താലും എല്ലാം നീ മരിക്കും. എന്നാൽ നീ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള കാര്യം നീ മറക്കരുത്. ഇവർ പറയും ഇവിടെ കിടന്നാലും മരിക്കും, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ആരാം പാളയത്തിലേക്ക് പോവാം. അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് നമുക്കറിയാം അല്ലെ? ദൈവം ആരാം സൈന്യത്തെ ഓടിക്കുകയാണ്. വലിയ ശബ്ദം കേൾപ്പിച്ചല്ലേ, രഥത്തിൻ്റെയൊക്കെ ശബ്ദം കേൾപ്പിച്ച് ആരാം സൈന്യം ഇവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ ആ പാളയത്തിൽ, അല്ലെങ്കിൽ ഈ ആരാം സൈന്യം ഇരുന്ന പാളയത്തിലെല്ലാം ആഹാരത്തിൻ്റെ സമൃദ്ധിയാണ്. ഈ സമൃദ്ധമായ ആഹാരങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് അവർ പറയുക, ഇന്ന് സദ്വർത്തമാന ദിവസം. ഇതെല്ലാം ആദ്യം ഒളിപ്പിച്ചു വെക്കുക അവർ, അല്ലേ? ഈ കിട്ടിയതെല്ലാം ഒളിപ്പിച്ചു വെക്കുക. ഉടനെ കുറ്റബോധം ഉണ്ടായി. ഇന്ന് നാം ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ച് മിണ്ടാതിരുന്നാൽ നാം ആരാകും? കുറ്റക്കാരാകും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് ധാരാളം തന്നിട്ടില്ലേ? അനേക അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ? നമ്മൾ കണ്ടതായിട്ടുള്ള ചില വ്യക്തി ജീവിതങ്ങളെ നമ്മൾ കണ്ടു, കുഞ്ഞുങ്ങളെ കണ്ടു. ഇങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മുടെ ദേശത്തുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇത് ഒളിപ്പിച്ചു വെച്ച്, നമ്മൾ അവരോട് അറിയിക്കാതെ, അല്ലെ, നമ്മുടേതായിട്ടുള്ള ഈ ലഭിച്ചതായിട്ടുള്ള രക്ഷയുടെ സന്തോഷം അറിയിക്കാതെ, നമുക്ക് ലഭിച്ചതായിട്ടുള്ള ഈ നന്മകളെ നാം പൂഴ്ത്തിവെച്ചാൽ അതിന് നീതിയാണോ? അതിന് ന്യായമാണോ? ആരും ഒന്നും പറയുന്നില്ല. ഇതൊക്കെ നമുക്കൊരു സംശയം. ഇതിനൊന്നും എനിക്ക് എന്നാ കുഴപ്പമില്ലേ, എല്ലാവരും അങ്ങനെയല്ലേ? ഞാൻ നിസ്സാരം പറയാം. ഞാൻ ഒരു ആരാധനാലയത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇത് ഈ കാലത്ത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. മിഷണറിമാർ ത്യാഗം ചെയ്ത് സ്കൂളുകൾ ആരംഭിച്ചു. ഇന്ന് സ്കൂളിൽ ഒരു ഉദ്യോഗം കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അനീതി ഉള്ളിടത്ത് ദൈവം പ്രവർത്തിക്കുമോ? പ്രിയ ദൈവജനമേ, നീ 50 ലക്ഷം രൂപ നീ ഇതിനു വേണ്ടി കൈക്കൂലി വാങ്ങിച്ച നിന്റെ സഭ അങ്ങ് അനുഗ്രഹിക്കപ്പെടുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എല്ലാവരോടുമുള്ള ശബ്ദമാണിത്. എങ്ങനെയാ സുവിശേഷ വേല ഇത്രയായത്? ആരുടെ എന്തെങ്കിലും കൈക്കൂലി വാങ്ങിച്ചാണോ മിഷണർമാർ ഇവിടെ വന്നത്? ആരുടെയും കൈക്കൂലി വാങ്ങിച്ചിട്ടല്ല. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ കൈക്കൂലിയാകുന്നത്? ഇത് പറഞ്ഞുകൊണ്ടെന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനം ഉണ്ടെങ്കിലും ശരി, പ്രയോജനം ഇല്ലേലും ശരി, അനീതിയുടെ കൂലി കൊതിക്കരുതെന്നാണ് ദൈവവചനം പറയുന്നത്. അത് നീ അതിനെക്കുറിച്ചുള്ള നീതി നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ഇതിൻ്റെ അകത്തെ നീതി എന്താണ്? നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുവെങ്കിൽ നിനക്ക് കിട്ടിയ നന്മകളെ, നിനക്ക് കിട്ടിയ സുവിശേഷത്തെ അതേ അളവിൽ നീ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ നീ ലോകത്തിലുള്ള ഇത് കേൾക്കാത്ത സകലരുടെയും മുമ്പിൽ കടക്കാരനാകും. അപ്പൊ നമുക്ക് എന്തുമാത്രം കടമുണ്ട്? എനിക്ക് കടമൊന്നുമില്ല, എനിക്ക് ഇഷ്ടം പോലെ വാങ്ങി കോടികളാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഒരപ്പച്ചനോട് രക്ഷിക്കപ്പെട്ടതാണോ? അപ്പച്ചൻ പറഞ്ഞു, മൂത്ത മകൻ അമേരിക്കയിലെ, രണ്ടാമത്തെ മകൻ ലണ്ടനില, മൂന്നാമത്തെ മകൻ കാനഡയില. ഇനി എന്നാ രക്ഷിക്കപ്പെടാൻ? ഇത് കൂടുതൽ എന്നാ രക്ഷിക്കപ്പെടാനാണെന്ന് പറഞ്ഞതുപോലെ അല്ലേ? എന്ത് കുറവാ? വല്ല കുറവുണ്ടോ? ദൈവം മുമ്പാകെ നമ്മുടെ കടം എത്ര വലിയതാകും എന്ന് ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ട ദൈവജനമേ. അതുകൊണ്ട് നാം കടക്കാരാണ്. ഇവിടെ അടുത്തതായിട്ട് പറയുന്നു, ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം. എന്താ ദയാതൽപരനായിരിക്കുക എന്നുള്ള വാക്കിന് ഞാൻ കരുണ എന്നുള്ള, ദയയും കരുണയും എന്നൊക്കെ പറഞ്ഞാൽ ഒരേ അർത്ഥത്തിലാണ് അല്ലേ? കരുണ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചെസദ് എന്നുള്ളൊരു വാക്യമാണ്. ചെസദ് എന്ന് പറഞ്ഞാൽ ഗെറ്റിംഗ് ഇൻ ടു അതേഴ്സ് സ്കിൻ. ആർക്കാണോ കരുണ ലഭിക്കേണ്ടത് ആ വ്യക്തിയുടെ തലത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? താഴണം. ഏത് വ്യക്തിക്കാണോ കരുണ ലഭിക്കേണ്ടത്? ഇന്ന് നമ്മളാരും, നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ സഹായിക്കുക എന്നുള്ള വാക്ക് നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് കാണാൻ സാധിക്കത്തില്ല. പകരം ഏത് വാക്കാണ് കാണുന്നത്? ശുശ്രൂഷിക്കുക എന്നുള്ള വാക്കാ, സെർവിങ് എന്നുള്ള വാക്കാ. എന്താ സഹായം ശുശ്രൂഷ എന്നുള്ള വ്യത്യാസം? ഞാൻ ഒരാളെ സഹായിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സഹായിക്കപ്പെടുന്ന വ്യക്തി ഉയർന്നു നിൽക്കും, സഹായം സ്വീകരിക്കുന്ന വ്യക്തി താണു നിൽക്കും. ഇന്ന് സഭകൾ സഹായിക്കുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ടോ? മദർ തെരേസ സഹായിക്കുകയല്ലായിരുന്നു. മദർ തെരേസ എന്ത് ചെയ്തു? ശുശ്രൂഷിച്ചു. ഞാനും നിങ്ങളും ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരാ. വീട് വെച്ച് കൊടുക്കും. തിരുമേനിക്ക് 90 വയസ്സായ വീട്, 90 വയസ്സായില്ലെങ്കിൽ അതെന്ത് നീതിയാണെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ബിഷപ്പിന് 100 വയസ്സായ 100 വീട്, 99 വയസ്സിൽ മരിച്ചു പോയാൽ
വീടില്ലെങ്കിൽ അപ്പം നമ്മൾ എന്തിനാ ഈ വീട് വെച്ച് കൊടുക്കുന്നത്? ഞാൻ ഈ പറയാൻ നിങ്ങൾ ക്ഷമിക്കണം ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ദയവായിട്ട്. ഇവിടുത്തെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്നതെല്ലാം ഞങ്ങളുടെ സെൻട്രൽ കേരളയിലെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞു. ഇവിടെ കോഴിക്കോട് ഞാൻ വളരെ അപരിചിതനായ വ്യക്തിയാണ്. 1-2 പ്രാവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഞാൻ മർത്തോമാ സഭാ വിശ്വാസിയാണ്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ, അവർക്ക് 100 വയസ്സാണ് 100 വീട്. അപ്പം അവരുടെ വയസ്സാണോ പ്രത്യേകത, ഈ വീടില്ലാത്തവൻ്റെ വീടാണോ പ്രത്യേകത? മോത്തി വർക്കി അച്ഛൻ എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഇടവക മെമ്പറായി. അദ്ദേഹം എൻ്റെ ഇടവകയിലെ വികാരിയായിരുന്നു. അദ്ദേഹം ഈ അടുത്തിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം യൂട്യൂബിലൊക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മൾ ഒരു വീട് വെച്ച് കൊടുത്താൽ അന്ന് അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ശവടക്ക് നടത്തും. തിരിച്ചു നിർത്തി ഫോട്ടോ എടുക്കും, മറിച്ച് നിർത്തി ഫോട്ടോ എടുക്കും, അല്ലെ, എവിടെയെല്ലാം പ്രസിദ്ധീകരിക്കാമോ അവിടെയെല്ലാം പ്രസിദ്ധീകരിച്ച് അവൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ശവമടക്ക് നടത്തുന്നവരായിട്ട് ഞാനും നിങ്ങളും മാറുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവരാ. ഇതാണ് കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃക. എബ്രായ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം. ഞാൻ ഇതിനകത്ത് ചില വാക്കുകൾ മാറ്റി നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഭാഷയിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ്: അവൻ കരുണയുള്ളവനാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനാകുവാൻ ആവശ്യമായിരുന്നു. നമ്മുടെ കർത്താവ് കരുണയുള്ളവനാകേണ്ടതിന് കരുണയുള്ളവനാകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശ്യനാകുവാൻ ആവശ്യമായിരുന്നു. ദൈവത്തിൻ്റെ കരുണ മാനവജാതിയോടുള്ളത് കൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ അവനെ മനുഷ്യനാക്കി മാറ്റി. ദൈവത്തിൻ്റെ കരുണയാണ് അവൻ മനുഷ്യനായി മാറിയത്. സ്വർഗത്തിൽ നിന്ന് ചില അനുഗ്രഹങ്ങൾ വർഷിക്കുന്നവനല്ല, സ്വർഗത്തിൽ നമ്മെ സഹായിക്കുന്നവനല്ല, നമ്മളോട് കൂടെ വന്ന് നമ്മുടെ ഇടയിൽ പാർത്ത് നമ്മളെ ശുശ്രൂഷിച്ച് നമ്മളെ അനുഗ്രഹിച്ചവൻ നമ്മുടെ മാതൃക. ഇന്ന് നമ്മളെവിടെ നിന്നാണ് ശുശ്രൂഷിക്കുന്നത്? ആർക്കാണോ അനുഗ്രഹം ലഭിക്കേണ്ടത്, ആർക്കാണോ കരുണ ലഭിക്കേണ്ടത്, അവൻ്റെ തലത്തിലേക്ക് ഞാനും നിങ്ങളും താഴണം പ്രിയപ്പെട്ടവരെ. അതിനാണ് ഈ ഡോക്ടർ ബെൻ ജാർഖണ്ഡിൽ പോയി പാർക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കുറെ സഹായം ചെയ്യുന്നവരായി മാറാതെ നിങ്ങൾ ശുശ്രൂഷിക്കുന്നവരാണ്. സഹായം ചെയ്യുന്നവർ മിഷണറി മേലയ്ക്ക് 10 പൈസ കൊടുക്കുന്നവരാണെങ്കിൽ മിഷണറിക്ക് സമയത്ത് ചെല്ലാൻ പറ്റില്ല. 100 കൂട്ടം പരിപാടിയുണ്ടോ, ഈ മാസം നിങ്ങൾ വരാഞ്ഞതുകൊണ്ട് ഈ മാസത്തെ ഞങ്ങൾ അങ്ങ് കട്ട് ചെയ്തു, എന്തേലും പറയാൻ പറ്റുമോ? അവരങ്ങ് കട്ട് ചെയ്യും. അവരാരാണ്? സഹായിക്കുന്നവരാ. ഇങ്ങനെ സഹായിക്കുന്നവരാകരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ മിഷണറിമാരെ ശുശ്രൂഷിക്കുന്നവരാകണം, ദൈവവേലക്കാരെ ശുശ്രൂഷിക്കുന്നവരാകണം. എല്ലാറ്റിലുപരി ഈ പാവപ്പെട്ട ജനതയെ ശുശ്രൂഷിക്കുന്നവരായി മാറുവാൻ ദൈവം എന്നെയും നിങ്ങളെയും ഈ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഞാനും നിങ്ങൾ ഓർക്കണം. കർത്താവ് പറയുന്നുണ്ടല്ലേ, കരുണ യാഗത്തേക്കാൾ ശ്രേഷ്ഠമായതാണ്. അല്ലെ, യാഗത്തിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇനി ശ്രദ്ധിക്കണം, കരുണയുള്ളവർക്ക് കരുണ ലഭിക്കും, കരുണ കാണിക്കാത്തവനോ? അയ്യോ, അതൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യം പറയാനുണ്ടല്ലേ. ഇവിടെ ആരെങ്കിലും കരുണ കാണിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനേ പോകുന്നില്ല, നിത്യനാശത്തിലേക്ക് പോകും. നിങ്ങൾ ആരോടും ക്ഷമിച്ചാൽ നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മറ്റുള്ളവരെ വിധിച്ചാൽ ഇതൊക്കെ അറിയാമല്ലോ അല്ലേ, പക്ഷെ അറിയാമെങ്കിലും യാതൊരു പ്രയോജനവും ഇല്ല. നമ്മൾ കർത്താവിന് മുമ്പ് മറ്റുള്ളവരോട് കരുണ കാണിച്ചാൽ നമുക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതേ ഭാഗത്ത് തന്നെ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇന്ന് ആർക്കാണ് നമ്മൾ വൈദ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദീനക്കാർക്കാണോ? അവൻ പാപികളോടും ചുങ്കക്കാരോടും കൂടെ അത്താഴം കഴിക്കുന്നുള്ള പരാതി പറയുമ്പോൾ കർത്താവ് ദീനക്കാർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ദീനക്കാർ ഇവിടെയാണോ അവിടെയാണോ കൂടുതൽ? ഞാൻ പറയട്ടെ, ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ഒരു സംക്ഷിപ്തമാണ്. 90% ക്രിസ്തീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് 4% വരുന്ന ക്രൈസ്തവരുടെ ഇടയിലാണ്. ഇന്ന് ഞാൻ ഉൾപ്പെടെ 90% ക്രിസ്തീയ പ്രവർത്തനങ്ങൾ നടക്കുന്നത് 4% ക്രൈസ്തവരുടെ ഇടയിൽ, 96% ദീനക്കാരുടെ ഇടയിൽ. എത്ര ശതമാനം? 10%. നമ്മുടെ സമ്പത്ത്, താലന്ത്, കഴിവ്, സമയം, പണം, ഇതെവിടെയാണ് നമ്മൾ ചെലവിടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കാവോ. ദീനക്കാർക്ക് വേണ്ടിയാണോ ചെലവിടുന്നത്? സൗഖ്യമുള്ളവർക്ക് വേണ്ടിയാണോ ചെലവിടുന്നത്? ദീനക്കാർക്കാണ് പ്രിയപ്പെട്ടവരെ വൈദ്യരെ കൊണ്ട് ആവശ്യം. ഇത് ഞാനും നിങ്ങളും മറക്കരുത്. പ്രിയപ്പെട്ട മോത്തി വർക്കി വെച്ചൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ നിർത്തേണ്ട ആവശ്യമുണ്ടല്ലോ അല്ലേ. അദ്ദേഹം പറഞ്ഞത് 90 ഒരു ഇടയന് 100 ആടുണ്ടായിരുന്നു. അത് ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥി പറഞ്ഞ ഒരു സംഭവം പുള്ളി എടുത്തു പറഞ്ഞ് ഞാനൊന്ന് ഓർപ്പിക്കുക. 100 ആടുണ്ടായിരുന്നു,
99 വിട്ടിട്ട് കാണാതെ പോയി ഒന്നിനെ തേടി ആര് പോയി? ഇടയൻ പോയി. അപ്പോൾ ഈ അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ 99 വിട്ടിട്ട് ഒന്നിനെ തേടിപ്പോയത്? അപ്പോൾ അവിടെ ഒരു കുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ആ ഒന്ന് നല്ല കറവയുള്ള ആടായിരുന്നു. അല്ലേ? ഇന്ന് എങ്ങോട്ടൊക്കെയാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കറവയുള്ളതിൻ്റെ പിന്നാലെ ഒരുപക്ഷെ എന്ത് ചെയ്തിരിക്കും? കറവയില്ലാത്തതിൻ്റെയും കറവ് പറ്റിയതിൻ്റെയും കാലൊടിഞ്ഞതിൻ്റെയും പ്രിയപ്പെട്ടവരെ പിന്നാലെ പോകുവാൻ നമുക്ക് സാധ്യമാകുന്നുവെന്ന് ഞാനും നിങ്ങളും നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, കരുണയുടെ അടിസ്ഥാനത്തിലാണ് ഞാനും നിങ്ങളും വിഭവങ്ങളെ പങ്കുവെക്കേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ് ലാസറിന്റെയും ധനവാന്റെയും സംഭവകഥ കർത്താവ് പറയുന്നത്. കാര്യവിചാരകത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അവിടെ ഈ സംഭവങ്ങൾ പറയുന്നത്. കാര്യവിചാരകം എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യവിചാരകത്വം കരുണയുടെ അടിസ്ഥാനത്തിൽ വേണം നീ നിർവഹിക്കുവാൻ. കരുണയുടെ അടിസ്ഥാനത്തിൽ നിന്റെ വിഭവങ്ങളെ പങ്കുവയ്ക്കുവാൻ നിനക്കിടയാകുന്നുവെങ്കിൽ നീ നല്ലൊരു കാര്യവിചാരകനല്ല. ധനവാന്റെ പടിപ്പുര വാതിക്കൽ ഒരു ദരിദ്രനായ മനുഷ്യൻ വ്രണനടഞ്ഞവനായി കിടന്നു. ഇവൻ പട്ടും ധൂമ്രവസ്ത്രവും ഒക്കെ ധരിച്ച് എന്ത് ചെയ്തു? സുഖിച്ചുകൊണ്ടിരുന്നു. നമുക്ക് എന്ത് ചെയ്യണം? എന്തിനാ പണം കൂടുതൽ ഉണ്ടാക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത്രയും പണമായിട്ടും തികയാത്ത എന്തുകൊണ്ടാ? എന്തിനാ പണം? പണം നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവോ? പിന്നെന്തിനാ പണം? ഒറ്റക്കാരേ ഉള്ളൂ, സുഖിക്കണം. കുറേ കൂടെ എന്ത് ചെയ്യണം? സുഖിക്കണം. കുറെ കൂടെ സുഖിക്കണം. കാരണം ഈ പണം ആരുടേതാണ്? എൻ്റേതാണ്. എൻ്റേതാണെങ്കിൽ എനിക്കിഷ്ടം പോലെ ചെയ്യാം. നിനക്ക് വിദ്യാഭ്യാസം ലഭിച്ചത് ആര് മുഖാന്തരമാണ്? നിന്റെ പിതാക്കന്മാർക്ക് സ്കൂൾ ലഭിച്ചത് എവിടെ നിന്നാണ്? നീ വിചാരിക്കും നിന്റെ മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും ഉണ്ടായതാണെന്ന്. അനേക ദൈവദാസന്മാർ പ്രാണൻ കൊടുത്ത് നിനക്ക് കിട്ടിയതായതൊക്കെ ദൈവം തമ്പുരാൻ തന്നതാണ്. ഇത് നിന്റേതല്ല. കാര്യവിചാരകത്വത്തിൽ ദൈവം നിന്നെ ഭരമേൽപ്പിച്ചത് കരുണയുടെ അടിസ്ഥാനത്തിൽ വിനിമയം ചെയ്യുവാൻ പ്രിയപ്പെട്ടവർ എന്നെയും നിങ്ങളെയും തമ്പുരാനാക്കിയിരിക്കുകയാണ്. ഇത് ഞാനും നിങ്ങളും എങ്ങനെയാണ് വിനിമയം ചെയ്യേണ്ടത്? പത്രോസിനോട് കർത്താവ് പറഞ്ഞു, കർത്താവ് ഒത്തിരി പേരോട് സഹായമൊക്കെ ചോദിക്കാറുണ്ട്. ആത്യന്തികമായി നമ്മെ സഹായിപ്പാനാ കർത്താവ് സഹായം ചോദിക്കുന്നത്. നിന്റെ പടക് കരയിൽ നൽപ്പം നീക്കണം. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വന്നതാ അല്ലേ? വെളുപ്പാങ്കാലത്ത് ഉറക്കളപ്പി വന്നിരിക്കുക. ഭാര്യ പറയുകയാണ്, ഒരു ചായപ്പൊടിയില്ല, ചായ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞ ഈ മനുഷ്യൻ എന്തോ പോവോ? നിങ്ങളുടെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോൾ ഭാര്യ പറയുകയാണ്, അയ്യോ ചായ ഇല്ല, ചായപ്പൊടി ഇല്ല, ഒരു 100 ഗ്രാം ചായപ്പൊടി മേടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയുന്നത്? തിരിച്ച് ഇത്രയും അധ്വാനിച്ച മനുഷ്യൻ. ഞാനിങ്ങനെ കൂട്ടായ്മയിലൊക്കെ പറയാറുണ്ട്, 4 മണി കഴിഞ്ഞ് സർക്കാർ ഓഫീസിൽ പോയി എന്തെങ്കിലും കാര്യം നടത്തിക്കൊണ്ട് വരാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 4 മണി കഴിഞ്ഞ ഒരു സർക്കാരിലെ കാര്യം ചെറിയ സംഭവമാണ്. 4 മണി കഴിഞ്ഞ് പോയി നടത്തിക്കൊണ്ട് 5 മണി വരെ ഉണ്ട് ഓഫീസ്. 4 മണി കഴിഞ്ഞ് നടക്കും, ഉച്ച കഴിഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ 4 മണിയാകുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റായി വീട്ടിൽ പോകാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓർത്തുകൊള്ളുക, അവൻ അതിരാവിലെ അല്ലേ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് തൻ്റെ പടക് വിട്ടുകൊടുത്തത് കൊണ്ട് അവൻ്റെ പടകിനെ നിറച്ച ഒരു ദൈവമുണ്ട്. വിശദീകരിക്കാൻ സമയമില്ല പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഏലിയാവ് സറഫത്തിലെ വിധവയുടെ വീട്ടിൽ ചെന്ന് സഹായം ചോദിക്കുക. എന്തിനു വേണ്ടിയാ? അവളോട് ആദ്യം വെള്ളം ചോദിച്ചു. എവിടെന്നോ കൊണ്ടുവന്ന വെള്ളം എടുക്കാനായിട്ട് പോയി. നമ്മളാണ് എന്ത് പറഞ്ഞു? ക്ഷാമകാലം, എത്ര വർഷമായി മഴ പെയ്തിട്ട് വെള്ളം കൊടുക്കാൻ പോയി തന്നെ വലിയ കാര്യം. അപ്പോൾ പറയാണ്, കൂടെ ഒരു കഷണം അപ്പം അല്ല ഒരു അപ്പം കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആകെപ്പാടെ ഒരു അടയുണ്ടാക്കി ഞാനും മകനും കൂടെ ചാകാനിരിക്കുക. അപ്പം പറഞ്ഞ്, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ അട എനിക്ക് കൊണ്ടുവരണം. പ്രിയപ്പെട്ട ഗോളനച്ചൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ പള്ളിക്ക് കൊടുക്കാനുള്ളതെല്ലാം നിങ്ങൾ കൊടുക്കണം. ബാക്കി വരുന്ന ഒരു ചെറിയ അട ത്യാഗത്തോടെ നിങ്ങൾ അതിൻ്റെ അകത്ത് വേദനിക്കണം. കാരണം ത്യാഗത്തോടെ ദൈവവേല ചെയ്യുന്നവർക്ക് എങ്ങനെ കൊടുക്കണം? ത്യാഗത്തോടെ കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അനുഗ്രഹം ഇരിക്കുന്നത്. അവൾ ചെറിയൊരട കൊണ്ട് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവളുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല. പ്രിയപ്പെട്ടവരെ, അവളുടെ കലത്തിലെ എണ്ണ വറ്റിപ്പോയതുമില്ല. അവളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച ഒരു ദൈവം. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലൂക്കോസ് 8:3 പറയുകയാണ്, തൻ്റെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന പല സ്ത്രീകളും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ കാലത്ത് കർത്താവൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തിയത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ട്? സ്വർഗത്തിൽ നിന്ന് കല്ലപ്പമാക്കിയതല്ലെന്ന് നമുക്കറിയാം. പിന്നെ എങ്ങനെയാ കർത്താവ് ജീവിച്ചത്? ആ കൂട്ടത്തിൽ പല സ്ത്രീകളും തങ്ങളുടെ വസ്തുവകകൾ എന്ത് ചെയ്തു? കൊണ്ട്
കർത്താവിനും ശിഷ്യന്മാർക്കും ശുശ്രൂഷ ചെയ്തു പോന്നു. അങ്ങനെ ദൈവവേല മുമ്പോട്ട് പോവുകയുള്ളൂ. ഫിലിപ്പ് ലേഖനം 4:14 ഫിലിപ്പ്യരെ, എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. സുവിശേഷ ഘോഷണത്തിൽ അല്ലേ, മക്കദോന്യയിൽ വെച്ച് നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും എൻ്റെ വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചില്ല. ഫിലിപ്പ്യ സഭ അപ്പോസ്തലനായ പൗലോസിന്റെ ത്യാഗപൂർവമായ ശുശ്രൂഷയിൽ അവന്റെ വരവ് ചെലവ് കാര്യത്തിൽ കൂട്ടായ്മ കാണിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ എൻ്റെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിച്ചു. ദൈവവേലക്കാരുടെ കഷ്ടതയിൽ എങ്ങനെ കൂട്ടായ്മ? അവിടെ മിഷൻ ഫീൽഡിൽ പോയി അവരോട് താമസിച്ച് നിങ്ങൾക്ക് കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കാം. അതിലൊക്കെ ഉപരി ദൈവവചന പ്രകാരം അവരുടെ വരവ് ചെലവ് കാര്യങ്ങളിൽ നിങ്ങൾ കൂട്ടായ്മ കാണിക്കുമ്പോൾ അവരുടെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിക്കുക. എന്നിട്ട് പൗലോസ് പറയും, ഞാൻ ദാനം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, ഇവരിവിടെ വന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണെന്ന് ആരും ചിന്തിക്കരുത്. നിങ്ങൾ പൈസ തന്നില്ലെങ്കിലും പൈസ തന്നാലും കർത്താവിൻ്റെ വേല വളരും, വർദ്ധിക്കും. ഇതുവരെ നിങ്ങൾ കൊടുത്തിട്ടാണോ? അല്ല, കൊടുക്കുന്ന ആരാളാണ്, അവരെ ഞാൻ ഖണ്ഡിച്ചല്ല പറയുന്നത്. കൊടുക്കാത്ത ആളുകൾ, നിങ്ങൾ കൊടുക്കാഞ്ഞതുകൊണ്ട് ദൈവവേല നടന്നില്ലേ? ദൈവവേല നടക്കും. നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് കർത്താവ് പറഞ്ഞു. വടക്കേ ഇന്ത്യയിലുള്ള ഈ ആദിവാസി വിഭാഗം തന്നെ ധാരാളം കൊടുക്കും. ഞാൻ പഞ്ചാബിൽ ശുശ്രൂഷിച്ച വ്യക്തിയാണ്. ഏത് വീട്ടിൽ ചെന്നാലും ആ കാലത്ത് 10 രൂപയെങ്കിലും വേദപുസ്തകത്തിൽ അവർ ദാനമർപ്പിക്കാത്ത ഒരു വീടുകളില്ല. ഇന്ന് അവരെ 100-500 രൂപ കൊടുക്കും. ഞായറാഴ്ച പള്ളി സ്വോത്രകാഴ്ച ഇട്ടിട്ട് വൈകിട്ട് അവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ വേദപുസ്തകം തുറന്നു കൊടുക്കണം. അവർ വന്ന് എന്ത് ചെയ്യും? അവരുടെ കാണിക്ക പിന്നെയും അർപ്പിക്കും. അന്നേ ദിവസം വേറൊരു ദൈവദാസൻ വന്നാൽ അദ്ദേഹത്തിനും എന്ത് ചെയ്യും? കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ കൊടുത്തില്ലേലും വേറെ നടക്കത്തില്ലൊന്നും വിചാരിക്കരുത്. കൊടുത്താൽ ആർക്ക് പ്രയോജനം? നിങ്ങൾക്ക് പ്രയോജനം. നിങ്ങളുടെ കടം കുറച്ചെന്ത് ചെയ്യും? കുറയും. നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലം അത്രയേ ഞാൻ ആഗ്രഹിക്കും. അപ്പൊ സ്വർഗത്തിൽ എന്തോ ഉണ്ട്? കണക്ക് പുസ്തകമുണ്ട്. അവിടെ ഒരു കണക്ക് പുസ്തകമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കണക്ക് പുസ്തകത്തിലേക്ക് കയറുന്ന ഒരു ഫലമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായ യാഗമായി എപ്പഫ്രാദോത്തിസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്നെ എന്തോന്നാ പറഞ്ഞത്? സൗരഭ്യവാസന. പുതിയ നിയമത്തിൽ സൗരഭ്യവാസന യാഗമുണ്ടോ? നോഹയുടെ യാഗത്തിങ്കൽ പ്രിയപ്പെട്ടവരെ അതിന്റെ വാസന ശ്വസിച്ച് നോഹയും അവന്റെ കുടുംബത്തെ ദൈവം ആശീർവദിച്ചു. അപ്പോൾ ഈ വേലയ്ക്ക് നിങ്ങൾ കൈത്താങ്ങൽ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് സൗരഭ്യവാസനയായി യാഗമായി ദൈവം സ്വീകരിച്ച് നിന്റെ തലമുറയുടെ മേൽ അനുഗ്രഹം കൊടുപ്പാൻ മതിയായവനാണ്. 100 സാക്ഷ്യങ്ങൾ പറയാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും പ്രിയപ്പെട്ട ദൈവജനമേ. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നിട്ട് അതിൻ്റെ അടുത്ത വാക്യ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആരുടെ ബുദ്ധിമുട്ടാണ് തീർത്തു തരുന്നത്? ഇങ്ങനെ പറയുമ്പോൾ ആൾ പറയും ഞങ്ങളുടെ ബുദ്ധിമുട്ടോ. ഞാൻ പറയും അല്ലേ, ഞങ്ങളുടെ ബുദ്ധിമുട്ടോ? ഈ സുവിശേഷ വേലയിൽ അല്ലേ കഷ്ടമനുഭവിക്കുന്ന ദൈവദാസന്മാരുടെ കഷ്ടതയിൽ പങ്ക് കാണിക്കുന്നവരുടെ ബുദ്ധിമുട്ടാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? നീക്കി ആരുടെ ഏത് സ്റ്റാൻഡേർഡിലാ? മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം. അത് സ്വർഗത്തിന്റെ സ്റ്റാൻഡേർഡിൽ തീർത്തു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ അപ്പം പണ്ട് പ്രാർത്ഥിക്കാൻ, എൻ്റെ ദൈവം മഹത്വത്തോടെ തന്നെ ക്രിസ്തു യേശു അല്ലേ എല്ലാ കഷ്ടതയെല്ലാം ബുദ്ധിമുട്ടൊക്കെ തീർത്തു വരുന്നു. അന്ന് നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു. കുറേ പ്രാർത്ഥിച്ചിട്ടും വലിയ കഷ്ടതയൊന്നും എന്ത് ചെയ്തില്ല, മാറിയില്ല. ഇപ്പൊ കഷ്ടതയൊന്നുമില്ല, ദൈവത്തിന്റെ കൃപയാൽ. വാർദ്ധക്യത്തിന്റെ കഷ്ടം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ബുദ്ധിമുട്ട് തീർക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വേലയിൽ നീ പങ്കാളിയാകണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് സമർപ്പണത്തിൻ്റെ രാത്രിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് കൊടുത്തവരാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ച് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നിത്യതയുടെ അവകാശികളായിരിക്കുന്ന ദൈവമക്കളാണ്. ഇനി നമ്മൾ ദൈവത്തിൻ്റെ മുമ്പ് കടക്കാരാണോ? സക്കായിയോട് കർത്താവ് പറഞ്ഞു, സക്കായിയെ, ഞാനിന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. നിന്റെ ഭവനം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുമോ? നിന്റെ തൊഴിലിടം കർത്താവിന് വേണ്ടി നീ മാറ്റി വെക്കുമോ? നിന്റെ പടക് കർത്താവിന് വേണ്ടി നീ കൊടുക്കുമോ? കഷ്ടതയോടെ ത്യാഗത്തോടെ ദൈവവേല ചെയ്യുന്ന ദൈവവേലക്കാരുടെ കഷ്ടങ്ങളിൽ പങ്കുകാരനാകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുമോ? നമ്മളെ തന്നെ നമുക്ക് പൂർണ്ണമായി ദൈവസന്നിധിയിൽ ശോധന ചെയ്യാം. ദൈവം നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ നമുക്കൊന്ന് ഓർക്കാം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ ജനിച്ചപ്പോൾ മുതലല്ല, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടി കരുതിയൊരു തമ്പുരാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടി
ഞാൻ ഓർക്കുകയാണ്, ഈ മിഷണറും ഇന്ന് ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ എല്ലാവരും പറയും. ഇംഗ്ലണ്ടിൽ ഇന്ന് അച്ഛാ എന്താ അവസ്ഥ ഇന്നത്തെ? പള്ളികളൊക്കെ എന്ത് ചെയ്യുന്നാ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, 200 വർഷം മുമ്പ് ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ ഇന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ഞാൻ ചോദിച്ചാൽ മനസ്സിലായ നിങ്ങൾക്ക്? ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ 200 വർഷം മുമ്പ് ഇന്നത്തെ അവസ്ഥയായിരുന്നെങ്കിൽ നമുക്കെന്ത് സംഭവിക്കുമായിരുന്നു? ഇംഗ്ലണ്ടിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സഭ പോയാൽ ഭാരതത്തിലെ ഈ ജനത്തിന്റെ അവസ്ഥ എന്തായി തീരും? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വേണ്ടേ? ആകെ ഒരു ചെറിയ ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഒരു ചെറിയ ജീവിതം. ഇന്നാണോ നാളെയാണോ എന്നാണോ നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കിടന്നാലും ഒന്നും ചെയ്യാതിരുന്നാലും മരിക്കും കേട്ടോ. നീ സമ്പാദിച്ച ബാങ്ക് ബാലൻസ് ഒന്നും നിന്നെ രക്ഷിക്കത്തില്ല കേട്ടോ. സഹോദര, നീ തീരുമാനിക്കുക. നീ ത്യാഗത്തോടെ ദൈവവേലയ്ക്ക് വേണ്ടി അർപ്പണം ചെയ്യാൻ തീരുമാനിക്കുക. നീ ഈ എല്ലാറ്റിലുപരി നിന്നെ തന്നെ ദൈവത്തിന് കൊടു. ഇവിടെ ഇരിക്കുന്ന യൗവനക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവവേദലേ, നീ എന്നാ ഉദ്യോഗം ചെയ്താലും അതിലൊക്കെ അതിശ്രേഷ്ഠമായ പ്രവൃത്തിയാണ് കർത്താവിൻ്റെ വേല. അത് ദൈവത്തിൻ്റെ വേലയാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ വേല. ഈ അണ്ടകടാഹത്തെ വഹിക്കുന്നവൻ, സകലത്തെ നിർമ്മിച്ചവൻ അല്ലെ, അവൻ്റെ വേലക്കാരനായിരിക്കുക എന്നുള്ളതിനേക്കാൾ പരം ജീവിതത്തിൽ അർത്ഥവത്തായത് മറ്റൊന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തെ കൊടുക്കാൻ സാധിക്കുമോ? ഈ കാലിക്കട്ട്, ഈ കോഴിക്കോടിൻ്റെ പട്ടണത്തിൽ പ്രിയപ്പെട്ടവരെ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ലെ ഞാൻ പ്രവർത്തിക്കും, ഞാൻ നിൽക്കും. അനേകരുടെ കരങ്ങളിൽ നിന്ന് ഈ പാവപ്പെട്ട ത്യാഗത്തോടെ ദൈവവേല ചെയ്യുന്ന ദൈവവേലക്കാരുടെ വരവ് ചെലവ് കാര്യത്തിൽ ഞാൻ പങ്കാളിയാകും. എൻ്റെ ആയുസ്സിനെ, എൻ്റെ സമയത്തെയും ഞാൻ അതിനുവേണ്ടി വേർതിരിക്കും. നമ്മൾ FMBB എന്ന് പറഞ്ഞൊരു മിഷണറി സംഘടനയാണ്. ഞാനൊരു മർത്തോമക്കാരനാണ്. എൻ്റെ കൂടെ നിൽക്കുന്നവർ CSIക്കാരുണ്ട്, പ്രിയപ്പെട്ടവരെ യാക്കോബാക്കാരുണ്ട്, മറ്റു പല സഭക്കാരുണ്ട്. ഒരുമിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാം. നമ്മുടെ സഭകളൊക്കെ ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്, അതൊക്കെ നടക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 12 മിഷണറി സംഘടനകൾ കേരളത്തിൽ മാത്രം പ്രവർത്തിച്ചിട്ട് കേരളത്തിലെല്ലാം ആയോ ആ കാലത്ത്? അങ്ങനെയെങ്കിൽ നമ്മളോട് ഇഷ്ടംപോലെ മിഷണറി സംഘടനയുണ്ട്, എന്തോ ഉണ്ടെന്നാ പറയുന്നത്. ഇനിയും പല ഗ്രാമങ്ങളിൽ, ഭാരതത്തിന്റെ പല ഗ്രാമങ്ങളിൽ ഇനിയും സുവിശേഷം എത്തിയിട്ടില്ല. നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഈ രാത്രികാലം സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും അത് സ്ഥാനങ്ങളിൽ എഴുന്നേൽക്കാം. ഇത് തീരുമാനത്തിൻ്റെതായിട്ടുള്ള രാത്രിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ നിലയിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കട്ടെ. ഏതു വിധത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി, അല്ലേ? അഡ്വാൻസ്മെന്റ് ഓഫ് ഗോസ്പൽ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ദൈവം ഓരോ സ്ഥാനങ്ങളിലാക്കിയിട്ടുണ്ട്. എൻ്റെ പ്രവൃത്തി സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകുന്നുണ്ടോ? സുവിശേഷത്തിൻ്റെ മുന്നേറ്റത്തിന് കാരണമാകുന്നുണ്ടോ? എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും, എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും, എന്നെ ഞാനാക്കിയ സുവിശേഷം, എന്നെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷം, എൻ്റെ ദേശത്തെ രൂപപ്പെടുത്തിയ സുവിശേഷം, ഈ സുവിശേഷം ഇനിയും കടന്നു ചെല്ലാത്ത ദേശങ്ങൾ നമ്മുടെ ഭാരതത്തിലുണ്ട്. അതിന് ഒരു ചെറിയ കൈത്തിരിവട്ടമായി കർത്താവേ എന്നെ ഉപയോഗിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഭവനം, ലുദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു. അവിടെ ഹൃദയം തുറന്നപ്പോൾ ദൈവദാസന്മാർക്ക് വേണ്ടി അവിടെ ഭവനം തുറന്നു. ഹൃദയം തുറക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഭവനങ്ങൾ തുറക്കപ്പെടണം. 10-40 ആളുകൾ ഈ പട്ടണത്തിൽ ഹോട്ടലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കത്തോലിക്ക സെന്ററുകൾ താമസിക്കേണ്ട അനുഭവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഭവനങ്ങൾ തുറക്കപ്പെട്ടാൽ എന്തൊരു സന്തോഷം! ഒരു ദൈവവേലക്കാരനെ നിങ്ങളുടെ ഭവനത്തിൽ താമസിപ്പിച്ചാൽ എന്തൊരു അനുഗ്രഹം! ഈ അനുഗ്രഹം പ്രാപിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതിശ്രേഷ്ഠനായിരിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിച്ചു. അയ്യോ, ദൈവദാസനെ എൻ്റെ ഭവനത്തിൽ ഒന്ന് പാർപ്പിക്കണമേ, ആ ദൈവദാസൻ എൻ്റെ ഭവനത്തിൽ ഒന്ന് പാർക്കട്ടെ എന്ന് പറയാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇനിയൊന്നും തോന്നണം പ്രിയപ്പെട്ടവരെ. ദൈവവേലയുടെ പിന്നിലുള്ള മോറൽ സപ്പോർട്ട് സാമ്പത്തികം മാത്രമല്ല. ഒരു സുവിശേഷ വേലക്കാരന് ആവശ്യം, അയ്യോ ഇതാണ് വേല, ഇങ്ങനത്തെ വേലയാണ് ചെയ്യേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവ് നിയോഗിച്ച ശുശ്രൂഷയിൽ പറയുന്നു, അവൻ ആദ്യം അപ്പോസ്തോലന്മാരെ നിയമിച്ചെന്ന. അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ മിഷനറി. നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കേണ്ടത് അപ്പോസ്തോലനാണ്, അയക്കപ്പെടുന്നവനാണ്, മറ്റ് ഇതര സംസ്കാരങ്ങളിലേക്ക് അയക്കപ്പെടുന്നവർ. ഇന്ന് കർത്താവ് നമ്മോട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇത് അയക്കുന്ന ശുശ്രൂഷയാണ്.
എനിക്ക് ചിലരെ അയക്കാൻ സാധിക്കണം, എനിക്ക് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് ചിലരെ അയക്കാൻ സാധിക്കണം, ചില ദൈവദാസന്മാരെ അയക്കുവാൻ കർത്താവേ എന്നെ പ്രാപ്തിപ്പെടുത്തണമേ, ഞാനിതാ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമുക്കിടയാകട്ടെ. അതിനായിട്ട് നമുക്ക് പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാം. എന്നാലാവോളം സുവിശേഷത്തിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള തീരുമാനത്തോടുകൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പ്രിയപ്പെട്ട സ്റ്റാൻലി ജോർജ് അച്ഛൻ കടന്നു വന്ന് പ്രാർത്ഥിക്കും. നിന്റെ വേല എൻ്റെ ആഹാരം, നിന്റെ സേവ എൻ്റെ ജീവിതം, നിന്റെ പാത എൻ്റെ അനുകരണം, നിന്റെ വചനം എൻ്റെ പ്രത്യാശ. പഴിദുഷികൾ ചൊല്ലിക്കേൾക്കുമ്പോൾ പാദമിടറും എന്നു തോന്നുമ്പോൾ, പാതയാകി ഇരുളാകുമ്പോൾ പാരിൽ നിൻ വചനം എൻ്റെ ആശ്വാസം. നിന്റെ വേല എൻ്റെ ആഹാരം, നിന്റെ സേവ എൻ്റെ ജീവിതം, നിന്റെ പാത എൻ്റെ അനുകരണം, നിന്റെ വചനം എൻ്റെ പ്രത്യാശ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകി തന്നതായിട്ടുള്ള തിരുവചനത്തിന് നന്ദി. കർത്താവേ, ഞങ്ങളെ ഞങ്ങളാക്കി തീർത്ത അവിടുത്തെ മാറ്റമില്ലാത്ത സുവിശേഷത്തിന് നന്ദി. ഞങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷവുമായിട്ട് അവിടുന്ന് അയച്ചതായ ഞങ്ങളുടെ മിഷണറിമാർക്കായി ഞങ്ങളെനിക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നിൽ നിന്ന് പ്രാപിച്ച നന്മകൾ ഞങ്ങൾ അനുഭവിച്ച് ധന്യരായി ഞങ്ങളിവിടെ ജീവിക്കുമ്പോൾ, കർത്താവേ, സുവിശേഷം കേൾക്കപ്പെടാത്ത അനുദിനവും മരിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് പലപ്പോഴും ഞങ്ങൾക്ക് വേണ്ടിയതുപോലെ ചിന്തിപ്പാൻ, പ്രാർത്ഥിപ്പാൻ, പ്രവർത്തിപ്പാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നാഥ, നീ അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ രാത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ കേൾപ്പിച്ച തിരുവചനം കർത്താവേ, ഞങ്ങൾക്ക് ആത്മചൈതന്യം പകർന്ന് ഞങ്ങളുടെ ദർശനത്തെ നീ വിശാലമാക്കി. കർത്താവേ, CSI കത്തീഡ്രൽ മിഷണറിമാരാൽ സ്ഥാപിതമായതുപോലെ, ഈ ദേശത്ത് അനേക സഭകൾ ഉരുവായതുപോലെ, കർത്താവെ, ദർശനം പെറ്റവരായി ഞങ്ങളിലൂടെ, ഞങ്ങളാൽ അയക്കപ്പെടുന്നവരിലൂടെ അനേക സഭകൾ ഉരുവാകുവാൻ, അനേക വ്യക്തികൾ ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഞങ്ങളുടെ ദേശത്തെ ഇടയാക്കണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ നീ ബലപ്പെടുത്തണം. നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് നൽകണം. ദർശനം ഞങ്ങൾക്ക് നൽകി ബലപ്പെടുത്തണം. നാഥ, നിനക്ക് നന്ദി. നിൻ്റെ പാദപീഠത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. സഭയിൽ ഞങ്ങളായിരിക്കുന്നിടങ്ങളിൽ, ഞങ്ങളുടെ ഔദ്യോഗിക തലങ്ങളിൽ, ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തത പുലർത്തുവാൻ, ആത്മാർത്ഥത പുലർത്തുവാൻ, സാക്ഷ്യമുള്ളവരാകുവാൻ, മാതൃകയുള്ളവരാകുവാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണം. മശിഹാ മൂലം അപേക്ഷിക്കുമ്പോൾ